ദേഹത്ത് എവിടെയെങ്കിലും ചതവോ മുറിവോ സംഭവിച്ചാൽ സ്വാഭാവികമായും അവിടെ പാടുണ്ടാവും. ചർമ്മത്തിന് താഴെ തീരെ നേർത്ത രക്തക്കുഴലുകൾ തകരുമ്പോഴാണ് ഇതുപോലെ പരുക്കോ ചതവോ സംഭവിക്കുമ്പോൾ നിറം മാറ്റം വരുന്നതും പൊട്ടലൊക്കെ ഉണ്ടാവുന്നതും. ചതവാണെങ്കിൽ കടും നിറത്തിലായിരിക്കും സാധാരണഗതിയിൽ പാടുണ്ടാവുക. സാമാന്യം വേദനയും അവിടെ അനുഭവപ്പെടും. മുറിവോ പൊട്ടലോ ആണെങ്കിലും പ്രയാസം തന്നെയാണ്. എന്നാൽ ചിലരിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ശരീരത്തിൽ പരുക്കോ പൊട്ടലോ പാടോ എല്ലാം വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് സാധാരണമല്ലെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ചെറുതായി എവിടെയെങ്കിലും തട്ടിയാൽ തന്നെ ദേഹത്ത് കാര്യമായി നിറം മാറ്റമോ പാടോ വരുന്നത് അധികവും ഒരു വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാകാം. എന്നാൽ ഇത് പലരും തിരിച്ചറിയണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും പരുക്ക് സംഭവിച്ചാൽ രക്തം വരാമല്ലോ. എന്നാൽ ഇത് പെട്ടെന്ന് കട്ട കൂടിയാലേ പരുക്ക് വലിയ രീതിയിലേക്ക് എത്താതിരിക്കുള്ളൂ. ഇത്തരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ കെ. ഈ വൈറ്റമിനിൽ കുറവുണ്ടായാൽ സ്വാഭാവികമായും രക്തം കട്ട പിടിക്കുന്നതും മന്ദഗതിയിലാകും. ഇതോടെയാണ് പലരിലും പെട്ടെന്ന് ചതവോ മുറിവോ സംഭവിക്കുകയും പരുക്കുകളും പാടുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ 13 എണ്ണവും ഉണ്ടാക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. പരുക്കുകളിൽ നിന്ന് നിലയ്ക്കാതെ രക്തം ഒഴുകുന്നത് തടയുന്നതിന് വൈറ്റമിൻ കെ എത്രമാത്രം സഹായകമാണെന്ന് ഇതോടെ മനസ്സിലായി കാണുമല്ലോ. അതേസമയം വൈറ്റമിൻ കെ കുറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് സ്വയം തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല എന്നതാണ് വലിയൊരു പ്രശ്നം. പെട്ടെന്ന് പരുക്കുകൾ പറ്റുക, ചെറിയ മുറിവുകളിൽ നിന്ന് പോലും രക്തസ്രാവം ഉണ്ടാവുക, മുറിവുണങ്ങാൻ സമയമെടുക്കുക, സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സമയത്ത് അമിത രക്തസ്രാവം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കാണുന്ന പക്ഷം വൈറ്റമിൻ കെ കുറവാകാം അത് സൂചിപ്പിക്കുന്നത്. ഇത് ആശുപത്രിയിലെത്തി ഡോക്ടറുടെ സഹായത്താൽ കണ്ടെത്താവുന്നതുമാണ്. എല്ലുകളുടെ ആരോഗ്യം ക്ഷയിച്ചു വരിക, എല്ലിന് പൊട്ടൽ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുക എന്നീ പ്രശ്നങ്ങളും വൈറ്റമിൻ കെ കുറവിനാൽ സംഭവിക്കാവുന്നതാണ്. ചീര, ബ്രൊക്കോളി, സോയാബീൻ തുടങ്ങി വൈറ്റമിൻ കെ കാര്യമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെയാണ് വൈറ്റമിൻ കെ കുറവ് പരിഹരിക്കുന്നത്.